ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നേരം വെളുത്ത് ഇപ്പോൾ ഒരു 7 മണിയൊക്കെ ആയിട്ടോ. ഇപ്പോഴാണ് എനിക്ക് പുറത്തോട്ടൊക്കെ ഇറങ്ങാൻ നേരം കിട്ടിയതേ. ഇന്ന് വിൻചേട്ടൻ്റെ ചോറ് കൊണ്ടുവന്നായിരുന്നു, 7:00 ആകുമ്പോഴത്തേനും പോകണമായിരുന്നു. അതുകൊണ്ട് ഓരോരോ ജോലികളും ഒക്കെ ആയിട്ട് നടക്കും. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ നേരം ആകുമ്പോഴത്തേനും നല്ലപോലെ വെയിലൊക്കെ ആവുമേ. ഭയങ്കര ഒരു വല്ലാത്ത കാലാവസ്ഥ. രാവിലെ എന്നും ജലദോഷവും എല്ലാം ആയിട്ട് നമ്മുടെ കുഞ്ഞിക്കിളിയാണെങ്കിൽ ഒറ്റയ്ക്കേ ഉള്ളൂ. ബാക്കി കിളിയൊക്കെ ചത്തുപോയേ. പിന്നെ ഇതൊക്കെ അമ്പലത്തിൽ കൊടുക്കേണ്ട പൂവായിരുന്നു. ഈ മഞ്ഞ് കാരണം അപ്പൂപ്പം അമ്പലത്തിലൊന്നും പോകുന്നില്ല. രാവിലെ ഭയങ്കര മഞ്ഞും തുമ്മലും ഒക്കെ അവനെ. ഈ കുഞ്ഞു പ്രാണികളൊക്കെ ഈ ചെടിയുടെ പൂവെല്ലാം തുളയായിട്ട് കളയും, കേടാക്കി കളയുവേ. ഇപ്പോൾ ചെമ്പരത്തി പൂവും ഈ ശംഖുപുഷ്പത്തിൻ്റെ പൂവും നന്ദിയാർവട്ടത്തിൻ്റെ പൂവൊക്കെ രാവിലെ അവൻ അമ്പലത്തിൽ പോകുമ്പോൾ കൊണ്ട് കൊടുക്കുന്നതായിരുന്നു. ഇപ്പോൾ കുറേ നാളായി വല്ലപ്പോഴും ഒന്ന് പോകുള്ളൂ, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് പൊയ്ക്കൊണ്ടിരുന്നായിരുന്നു. ഇതൊക്കെ ചുമ്മാ ചാടി പോകുന്നതാണ് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും നമുക്കത് സ്ഥിരമായിട്ട് അതേ നിർത്താൻ പറ്റത്തില്ലല്ലോ. അവനിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ അമ്പലത്തിലെത്തേണ്ട പൂക്കളാണ്. ദൈവത്തിൻ്റെ അടുത്ത് എത്തുമ്പോൾ നമുക്കൊരു സന്തോഷം. ഇതാണേലും ഉണ്ടല്ലോ, ഒരു 2-3 വിത്ത് നേരത്തെ ഈ ചട്ടിക്കകത്തിട്ട് ഇവിടെ നട്ട് വെച്ചതാണ് കേട്ടോ. അത് ആ ഹാങ്ങിങ് പ്ലാന്റ്, അതായത് ഇങ്ങനെ തൂക്കിയിട്ടതാണേ. അതിനകത്ത് വേറൊരു പ്ലാന്റ് ആയിരുന്നു, അതിങ്ങനെ വളർന്നു. ഇതിപ്പോൾ എത്ര നാളായെന്നറിയാമോ. പക്ഷേ ഇതിനകത്ത് നിന്ന് ഇപ്പോൾ എല്ലാവരും പറയാം ഇവിടെ പാമ്പ് കയറത്തില്ലെന്ന്. പക്ഷേ ആ ജനലിൻ്റെ അപ്പുറം നമ്മൾ നെറ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്, അങ്ങനെ കയറത്തില്ല കേട്ടോ. പിന്നെ ഇത് ഞാൻ കാണിക്കുന്നതല്ലേ, ഇത് നമ്മുടെ റോഡിൻ്റെ വാട്ടർ കണക്ഷന് മാന്തി ഇട്ടേക്കുന്നു കേട്ടോ. അതിനി ഇതിൻ്റെ ബാക്കി പരിപാടിക്ക് അവർ വന്നില്ല, വരും. നമ്മളാ കമ്പി എടുത്ത് വെച്ചേക്കുന്നത് 2-3 കാരണമുണ്ട് കേട്ടോ. മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ അവിടെ വലിയ വണ്ടി വന്ന് തിരിക്കുവേ. എന്നാൽ അതിൻ്റെ അടിയിൽ നമുക്കൊരു സ്ലാബുണ്ട്, സെപ്റ്റി ടാങ്കിൻ്റെ സ്ലാബ് കേട്ടോ. അത് പൊട്ടിപ്പോവേ, അതുകൊണ്ട് അങ്ങനെ വെച്ചേക്കുന്ന കേട്ടോ. ചെറുവണ്ടിയാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ വേറെ കുറേ കാരണമുണ്ട്. പിന്നെ നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മൾ ഇടിച്ചക്ക പറിച്ച പ്ലാവാണ് അത്. അതിൽ ചക്ക 5 ചക്ക ഉണ്ട്. ഇനി ഒരെണ്ണം മൂത്തെന്നാണ് തോന്നുന്നത്. നിങ്ങളൊക്കെ ചക്കയൊക്കെ കഴിച്ച് കാണും അല്ലേ. ചുമ്മാ കുറേ നാളായല്ലോ വീഡിയോ ഇട്ടിട്ട്, അതുകൊണ്ട് ഞാൻ ചുമ്മാ കാന്തും ഇതുമൊക്കെ പിടിച്ചിടുന്നതാണ് കേട്ടോ. എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, കമൻറ്റൊക്കെ ഇടണേ. ഇനി നാളെ നമുക്ക് കുരുമുളക് പറിക്കണം, നെല്ലിമ്പിക്ക പറിച്ച് അച്ചാറിടണം. ഇത് നമ്മുടെ പൊന്നാരി വീരൻ ചീര. പൂ കണ്ടാലും നല്ലതാ, ഇല കണ്ടാലും നല്ലതാ, നല്ല രുചിയുണ്ട്. പക്ഷേ ഇതിൻ്റെ മണം ഒട്ടും ഇഷ്ടമില്ല കേട്ടോ. ഇവിടെ ആർക്കും ഇഷ്ടമില്ല അതിൻ്റെ മണം. അതുകൊണ്ടിപ്പോൾ ഒരെണ്ണം നിർത്തി ബാക്കിയൊക്കെ കളഞ്ഞേ. അതിൻ്റെ ഇടയ്ക്ക് വെളുത്തുള്ളിയും പുതിയ പരിപാടി തുടങ്ങിയേക്കുന്ന വെളുത്തുള്ളിയും ചുമന്നുള്ളിയൊക്കെ നട്ട് വെച്ചേക്കും കേട്ടോ. വലിയ ഗ്രോ ബാഗിൽ വളമൊക്കെ ഇട്ട് 4 എണ്ണം വെച്ചാൽ നടാവളം എന്നൊക്കെ പറഞ്ഞ് നട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ മുള വന്നു കേട്ടോ. ഞാൻ ഈ അകത്ത് വെച്ച് ഇങ്ങനെ നടുവായിരുന്നു, ഈ ചെറിയ പാത്രത്തിലൊക്കെ. പക്ഷേ അതിന് ആ ഇല ഇങ്ങനെ ഒരുപാട് നീട്ടത്തിൽ വരുന്നതല്ലാണ്ട് അതിനും കൊണ്ട് എനിക്ക് വലിയ ഗുണമൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ പിന്നെ അതിൻ്റെ പുറകെ പോയിട്ടില്ല. ഇതങ്ങ് ദൂരം മാറി അവന് ചുമലിഞ്ചിയാന്നൊക്കെ പറയുന്നു. ചുമലിഞ്ചിയോ എന്തോ ഒരു മഞ്ഞൾ, കരിമഞ്ഞളോ അങ്ങനെ ഏതാണ്ടാന്നാണ് പറഞ്ഞത്. പിന്നെ അവൻ്റെ ചെയ്യുന്ന അവനെ അറിയാവുള്ളേ. ടിപ്പൂര് രാവിലെ അഴിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് ടിപ്പൂരിനെ അനുസരിച്ച് നേരം തണുപ്പ് പിടിച്ചിട്ട് തിണ്ണേ കിടന്നോളാൻ പറഞ്ഞു. അപ്പം രാവിലത്തെ മഞ്ഞാന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ, നമുക്ക് ചൂടുണ്ട് കേട്ടോ. ഈ വെയിൽ പെട്ടെന്ന് അങ്ങ് വരുമല്ലോ. അപ്പോൾ നന്ദുവിൻ്റെ ഒച്ച അകത്തുനിന്ന് കേട്ടിട്ട് ശ്രദ്ധിക്കുന്ന ഏത് വാതിക്കലാണ്. ഇനി അവൻ്റെ അടുത്ത് പോകണം, അതിന് വേണ്ടിയിട്ടാണ്. ഏത് വാതിക്കൽ നിന്ന് ഒച്ച കേൾക്കുന്നതെന്നൊക്കെ ശ്രദ്ധിച്ച് വായും. അപ്പോൾ അവന് മനസ്സിലായി അവനെ അതിൻ്റെ അകത്തുണ്ടെന്ന്. അകത്ത് അവനെ ഇറങ്ങി പുറത്തോട്ട് വന്നില്ല, അവന് പനിയായിട്ടിരിക്കുവാണേ. ഇനി അപ്പുറം ഓടും, അകത്തൂടെ കയറി അവൻ്റെ അടുത്തെത്താം. പക്ഷേ ഞങ്ങളിപ്പോൾ അവനെ അകത്ത് കയറ്റുകയല്ലേ. ഇവിടെ വന്നിട്ടുണ്ടല്ലോ, ഇതെല്ലാം മറിച്ച് നശിപ്പിച്ചിട്ടേച്ചാൽ പോൾ എന്നും വരും ഇതിലെ. അടുക്കളയിലും കയറി വരും. അടുക്കളയുടെ ആ കുറച്ച് ഭാഗത്താണ് നമ്മൾ കയറ്റുകളെ. കുഞ്ഞായിരുന്നപ്പോൾ എല്ലായിടത്തോടെ ഓടി വരുമായിരുന്നു. പിന്നെ ഈ ചെടിയൊക്കെ അകത്തും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ എനിക്ക് അപ്പു വെച്ച് തരുന്നതാണ്. ഇതൊക്കെ ഫ്ലാസ്കിൻ്റെ ഒക്കെ അടപ്പൊക്കെ. ഇത് വില കൊടുത്ത് മേടിച്ച് ഒന്നുമില്ല കേട്ടോ. അതിനകത്താണ് ഇത് അച്ചാറിൻ്റെ കണ്ണിമാങ്ങ അച്ചാർ മേടിക്കുന്ന ഭരണി. അതിലൊക്കെ ഞാനിങ്ങനെ ഓരോന്നൊക്കെ ഒട്ടിച്ച് വയ്ക്കുക. ആ നടുക്കിരിക്കുന്നത് ഞങ്ങളുടെ കല്യാണത്തിന് ഗിഫ്റ്റ് കിട്ടിയതാണ്. ആ ജഗ്ഗ്, ഈ ഏരയുടെ ഡിന്നർ സെറ്റ് കിട്ടുകയല്ലേ, അതിനകത്ത് ഒരു ജഗ്ഗ്. അതിൻ്റെ അടപ്പെല്ലാം പോയി. മറ്റേ കുപ്പിയൊക്കെ വിരിച്ചേട്ടനെ എഴുന്നേക്ക് കൊണ്ടു തരുന്ന കേട്ടോ. പിന്നെ ഈ പ്രാവശ്യം നമുക്കുണ്ടായ ഈ പയറുണ്ടല്ലോ, ഇത് കുറേ പ്രാവശ്യം നമ്മൾ പറിച്ചു കേട്ടോ. ഇതിൻ്റെ പേരൊന്നും അറിയത്തില്ല, സാധാ പയറൊന്നും അല്ലെന്ന് തോന്നുന്നു. ഇതിനൊരു ഒരു വയലറ്റ് കളറാണ് ഇത് അരിഞ്ഞു കഴിയുമ്പോഴേ. നല്ല രുചിയുണ്ട് ഇതിന്. ഇത് 3-4 എണ്ണമൊക്കെ ഉണ്ടെങ്കിൽ ഒരു ചെറിയ തോരനൊക്കെ വെക്കാനുണ്ട് സംഭവം. ഇവിടെ പിന്നെ അധികം ആൾക്കാർ പച്ചക്ക അങ്ങനെ കഴിക്കുന്നവരില്ല, കുറച്ച് കറി വെച്ചാൽ മതി. ഇവിടെ ഇരുമ്പിക്കൊക്കെ പറിച്ചു ഒത്തിരി മൂത്ത് പോയിട്ടില്ല. തോരൻ വയ്ക്കാനുള്ള ഭാഗമാണ് ഇന്ന്. പക്ഷേ ഞാൻ കുറച്ച് അച്ചാറിട്ട് വയ്ക്കാമെന്ന് ഓർത്തുകൊണ്ടാണ്. ഒത്തിരി കഴിക്കാനും കൊള്ളുകയല്ലോ ഇതാ. ഞാനിതൊക്കെ ഉണങ്ങിയൊക്കെ വയ്ക്കുവേ. പിന്നെ ചേട്ടൻ നെല്ലിക്ക മേടിച്ചുകൊണ്ട് വന്നത്, വലിയ നെല്ലിക്ക. എന്തോ ഒരു നെല്ലിക്കയുടെ കളറൊന്നുമല്ല, ഞാൻ നെല്ലിക്ക കറപ്പിക്കാൻ കൊണ്ടുവരാൻ പറഞ്ഞ് കൊണ്ടുവന്നത്. പക്ഷേ ഇതിന് ഭയങ്കര കാമ്പാണ്. ഇതിന് കുഞ്ഞു കുരുവായിട്ട് ഭയങ്കര ഭാഗം. ഇന്ന് ഞാൻ വേവിച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഒരുമാതിരി പഴം പുഴുങ്ങിയ പോലെ ഇരുന്നു. ഇതിന് ഈ ഫൈബറൊന്നും ഇല്ലാത്ത പോലെയാണ്, ഒരു രസമൊന്നുമില്ല. പക്ഷേ രുചിയൊക്കെ ഉണ്ട് കേട്ടോ, സാധാരണ നെല്ലിക്കയുടെ ടേസ്റ്റൊക്കെ. പക്ഷേ ഇത്രയും ഇങ്ങനെ ഈ എന്നാ പറയുന്നത്, ഒരുമാതിരി മുരഞ്ഞ കളറും ഒക്കെ ആയിട്ടുള്ള നെല്ലിക്ക ഇവിടെ ആദ്യമായിട്ടാണ് കിട്ടുന്നത്. അല്ലെങ്കിൽ കറപ്പിക്കാനാണെങ്കിൽ ഇത്രയും വലിപ്പമുള്ളതൊരു രസമില്ല. പിന്നെ ഞാനിതുണ്ടല്ലോ ചുമ്മാ പച്ചയ്ക്ക് നെല്ലിക്ക ഇങ്ങനെ
ചെറിയ പീസായിട്ട് അരിയണേ, നല്ലപോലെ ചെറിയ പീസായിട്ട് അരിഞ്ഞ് വെച്ചാൽ ഇതുപോലെ ഒരു ടിന്ന്, ഇത് ഞാൻ സ്ഥിരം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപ്പിലിടുന്ന ടിന്ന കേട്ടോ. കുഞ്ഞു കാര്യങ്ങളായിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചാൽ കുഞ്ഞ് ചാമ്പങ്ങായോ അങ്ങനെയൊക്കെ കുഞ്ഞ് സാധനങ്ങൾ ഇടാൻ വേണ്ടി എടുത്ത് വെച്ചിരുന്ന ടിന്നാണ്. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് നമ്മളിങ്ങനെ അരിഞ്ഞിട്ട് വെച്ചാൽ പിന്നെ കാന്താരി മുളക്, പിന്നെ ചുമന്നുള്ളിയാണെങ്കിൽ ഒരെണ്ണം ഇടണേ. അത് കുഞ്ഞായിട്ടിങ്ങനെ അതേ കുറേ പാട് വരുത്തിയാൽ മതി ആ ഉള്ളിയിൽ. പിന്നെ ഉപ്പ് കല്ല്, പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുലുക്കി വെക്കും. ഇത് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് എടുക്കാവുന്ന പോലെയൊക്കെ വെക്കുന്നത്. പക്ഷേ ഇച്ചിരി കഴിയുമ്പോൾ പോലെ നമ്മൾ തീറ്റ തുടങ്ങിയത് തീരുകയും ചെയ്യും കേട്ടോ. ഒരു കുഞ്ഞ് ചുമന്നുള്ളി, ഇച്ചിരി കാന്താരി മുളക്, ഇഞ്ചിയും കരിയാപ്പിലൊക്കെ ഇട്ടാൽ നല്ലതാണ്. ഈ ചുമന്നുള്ളി ഞാൻ 2-3 പ്രാവശ്യം ഇങ്ങനെ വരഞ്ഞ് പാടൊക്കെ വരുത്തിയിട്ടുണ്ട്. തിളപ്പിച്ചാറിച്ച വെള്ളം ഒഴിക്കണേ, അല്ലെങ്കിൽ പിന്നെ വെച്ചിരിക്കാനൊന്നും അല്ല, എന്നാൽ പോലും നമ്മൾ ഇച്ചിരി ശ്രദ്ധിക്കണം. പിന്നെ കുലുക്കി വെച്ച് 2 ദിവസമൊക്കെ കഴിഞ്ഞെടുത്താൽ പെട്ടെന്ന് നമ്മൾ ആ വലിയ നെല്ലിക്ക വെക്കുമ്പോഴല്ലോ അതിലോട്ട് അത്രയും രുചി കയറുകയല്ലോ ഇതിൻ്റെ ഈ എരിവും പുളിയൊക്കെ. ഇത് പെട്ടെന്ന് നമുക്ക് കഴിക്കാം കേട്ടോ. അതുപോലെ ഞാനത് കുക്കറിലിട്ടാണ് വേവിച്ചത്. ഒറ്റ പ്രാവശ്യം ഇത്രയും വലുതായതുകൊണ്ട് ഞാനൊരു വിസിലടിപ്പിച്ചു. ഞാൻ ഇങ്ങനത്തെ നെല്ലിക്ക ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. നമ്മൾ ചെറിയ നെല്ലിക്കയല്ലേ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതിന് ഞാൻ പറഞ്ഞില്ലേ പഴം പോലെ ഇരുന്ന് വേവിച്ചപ്പം ഒട്ടും ഫൈബർ ഇല്ലാത്ത പോലെ ഇരിക്കുന്നത്. പിന്നെ ഞാനത് അതിൻ്റെ കുരുവെന്നെല്ലാം വേർപെടുത്തി എടുത്ത് വെച്ചാൽ അച്ചാറുണ്ടാക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ അതിൻ്റെ അകത്ത് ഇഞ്ചിയും കരിയാപ്പിലയും വെളുത്തുള്ളിയും ഇച്ചിരി കാന്താരിമുളകും കൂടി എടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഞാൻ അച്ചാർ പൊടി ഇട്ടാട്ടോ ഇതുണ്ടാക്കുന്നത്. കുരു കണ്ടോ, തീരെ ചെറിയ കുരുവാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിങ്ങനെ നമ്മളിങ്ങനെ വിടർത്തി എടുക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു ഫൈബർ പോലെയൊക്കെ നമുക്ക് തോന്നത്തില്ലേ. ഇത് അങ്ങനെയൊന്നും അല്ല ഇരിക്കുന്നത്. എനിക്ക് തോന്നിയത് ഒരുമാതിരി മുട്ടപ്പഴമൊക്കെ എടുക്കത്തില്ലേ, അതുപോലെ. നല്ലെണ്ണ കൊണ്ടാട്ടോ ഉണ്ടാക്കുന്നത്. നല്ലെണ്ണ ഒഴിച്ച് ഒത്തിരി ഒന്നും എണ്ണ എടുക്കണ്ടേ. നല്ലെണ്ണ ഒഴിച്ച് ചൂടായി കടുകും പൊട്ടി കഴിയുമ്പോൾ കുറച്ച് ഉലുവ ഇടണം. ഉലുവ എന്നാലും ഇടണേ. അത് കഴിഞ്ഞ് നമ്മൾ ഇത് തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും കരിയാപ്പിലയും കാന്താരിമുളക് നമുക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് പച്ചമുളക് ഇട്ടാലും മതി. ഞാനത് വേവിച്ചപ്പം ഈ നെല്ലിക്ക വേവിച്ചപ്പം 2 പച്ചമുളകും കുറച്ച് ഉപ്പുകല്ലും ഇട്ടാട്ടോ വേവിച്ചത്. ഇനി അച്ചാർ പൊടി ആവശ്യത്തിന് എരിവിനുള്ള അച്ചാർ പൊടി ഇടണം. ഓരോരുത്തർക്കും ഓരോ എരിവാണല്ലോ. നമ്മളൊരു അളവ് പറഞ്ഞിട്ട് അത് ശരിയാകത്തില്ലല്ലോ. എല്ലാവർക്കും ഓരോ രീതിയാണ്. 2-3 സ്പൂണൊക്കെ ഇടണമായിരിക്കും. ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ, കാരണം ഞാൻ കാന്താരി ഇട്ടിട്ടുണ്ട്, പിന്നെ പച്ചമുളക് ഇട്ടാണ് വേവിച്ചത്. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മളത് കൈകാര്യം ചെയ്ത് പോകാൻ. പിന്നെ അത് നല്ലപോലെ ഒത്തിരി അങ്ങോട്ട് ബ്രൗൺ കളറായിട്ടൊന്നും ഈ വെളുത്തുള്ളിയൊന്നും പോകില്ല, അന്നേരം അതിൻ്റെ ഗുണങ്ങളെല്ലാം പോകുമല്ലോ. ചില കാര്യങ്ങൾക്ക് മതി. വറുത്തരച്ച കറിക്കൊക്കെയാണ് ഞാനങ്ങനെ ചെയ്യാറുള്ളത്. പിന്നെ ഒരു ഇച്ചിരി കാശ്മീരി ചില്ലിയും കൂടി ഇട്ട് കളറ് വരണമല്ലോ, അല്ലെങ്കിൽ ഒരു മഞ്ഞ കളറ് കൂടുതലായിട്ട് നിൽക്കും. അതുകൊണ്ട് കാശ്മീരിയും കൂടി ഇടുമ്പോൾ റെഡ് കളറും കൂടെ കിട്ടും നമുക്ക്. അച്ചാറാണെങ്കിലും കളറൊക്കെ ഒരു രസമാണ്. കഴിക്കുമ്പോൾ ഒരു കളറ് വേണമല്ലോ. മജന്ത കറി, വെള്ളക്കറി, കറുത്ത കറി, മഞ്ഞക്കറി എന്നൊക്കെ പറയുന്ന പോലെ. കരിനെല്ലിക്ക കറുത്തിരിക്കുന്നതുകൊണ്ട് കറുത്ത കറി എന്നാണ് അവർ പറയുന്നത്. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ ആ വെള്ളം തിളപ്പിച്ചെടുക്കണേ നല്ലപോലെ ആ അരപ്പം. ഇനി നമ്മൾ ഈ നെല്ലിക്ക വേവിക്കുന്നില്ല കേട്ടോ. ഇനി നമ്മൾ ആ വെള്ളം ഇത് നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കി, ഇതിന് നമ്മുടെ നെല്ലിക്കായ്ക്ക് ഉപ്പുണ്ടല്ലോ, അപ്പം നമ്മളത് ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കത്തേ ഉള്ളേ. കണ്ടോ, അങ്ങനെ ഒഴിച്ച് നമ്മളതിനെ അങ്ങ് അടച്ച് കുറച്ച് കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ ചൂടാറി കഴിയുമ്പോണ്ടല്ലോ ഈ വെള്ളം പോലെ കിടക്കുന്ന അത് കുറുകി വരുവേ. അത് ഈ നെല്ലിക്കായ്ക്ക് കുറച്ചിങ്ങനെ ഒരു എന്നാ പറയുന്നത്, നല്ലപോലെ വെന്ത നെല്ലിക്കയാണല്ലോ. അപ്പോൾ അത് നല്ലപോലെ ശരിയായിട്ട് തന്നെ വരും. അത് കൂടുതൽ വെള്ളമാണല്ലോ ഒന്നും അങ്ങനെയൊന്നുമില്ല. നല്ല കറക്റ്റായിട്ടായിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാണ്ടല്ലോ ഇന്ന് ചെറിയ മൺകലത്തിലിട്ട് വയ്ക്കണം ഈ നെല്ലിക്കായെ. അതാണ് ഏറ്റവും നല്ലത്. ഭരണിയിലിടുന്നതിലും നല്ലത്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആ നെല്ലിക്ക എടുത്ത് തിന്നാൻ തുടങ്ങിയേ. ഇപ്പോൾ ഇട്ടേ ഉള്ളൂ, പക്ഷേ നല്ല രുചി. ഇപ്പം തന്നെ അതിന് ഉപ്പ് എരിവൊക്കെ പിടിച്ചു. അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ. എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കമൻറ്റ് വിടണേ.